ഒരു ഏക്കർ വരുന്ന ഒരു അടിപൊളി ജാതിത്തോട്ടമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു ഏക്കറാണ് ഇത് വരുന്നത്, ജാതിയാണ് വരുന്നത് കംപ്ലീറ്റ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ കാണാം. നല്ല രീതിയിലൊരു മോട്ടോർ ഷെഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വെള്ളത്തിന് എല്ലാ സൗകര്യമുണ്ട്, കറണ്ട് കണക്ഷൻ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ വഴി കാര്യങ്ങൾ നിങ്ങൾ കണ്ടു. നേരെ കാണുന്ന ഈ വഴി നേരെ ഒരു 100 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വഴി നേരെ കഴിഞ്ഞ് 100 മീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിനായിട്ട് വരുന്ന ടാറിങ് റോഡാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു മോട്ടോർ ഷെഡ് കാര്യങ്ങളുണ്ട്. വെള്ളത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു പറഞ്ഞു. മോട്ടോർ കണക്ഷൻ അതുപോലെ തന്നെ പിന്നെ കിണർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ജാതി കാര്യങ്ങളെല്ലാം കാണാം. ജാതിയുണ്ട്, അത്യാവശ്യം വാഴയുണ്ട്, തെങ്ങുണ്ട്, അതുപോലെ തന്നെ കവുങ്ങുണ്ട്, അടയ്ക്കയുണ്ട്. അങ്ങനെ എല്ലാം നല്ല അടിപൊളി ഒരു പ്ലോട്ടാണ്. നല്ല രീതിയിൽ തന്നെ വരുമാനം, ജാതിയിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുമാനം കിട്ടുന്ന പ്ലോട്ടുകളിൽ ഒന്നാണ്. മൊത്തം വരുന്നത് 1 ഏക്കർ സ്ഥലമാണ്. പാർട്ടി ഇതിന് ചോദിക്കുന്നത് 1,50,000 രൂപയാണ് ചോദിക്കുന്നത്. അതായത് 1.5 ലക്ഷം രൂപ പെർ സെൻറ്റിനാണ് ചോദിക്കുന്നുള്ളൂ. അതുമാത്രമല്ല നമുക്ക് ഈ സ്ഥലം വരുന്നത് നമുക്ക് അങ്കമാലി, മെയിനായിട്ട് വരുന്ന അങ്കമാലി, മഞ്ഞപ്ര, ചന്ദ്രപുര ഏരിയയാണ് നമുക്ക് വരുന്നത്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറമ്പ് കാര്യങ്ങൾ മനസ്സിലാവും. അത്യാവശ്യം ചുറ്റുമതിലും കാര്യങ്ങളൊക്കെ കെട്ടി നമുക്ക് അടിപൊളി ഒരു പറമ്പാക്കി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു പ്ലോട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഇത് ഈ പറയുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഭാവിയിൽ വേണമെങ്കിൽ വില്ല പ്രോജക്ട്സോ പ്ലോട്ടുകളായിട്ട് തിരിച്ച് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇഷ്ടംപോലെ നല്ല ശുദ്ധമായ വെള്ളവും കാര്യങ്ങളും കിട്ടുന്ന ഏരിയ, എന്നാൽ നല്ല എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഏരിയ, അതായത് ശാന്തമായ ഏരിയ. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ചന്ദ്രപുര ജംഗ്ഷനിലേക്കാണെങ്കിൽ ഏകദേശം ഒരു നമുക്ക് സിമ്പിളായിട്ട് നിസ്സാര ദൂരം മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നടുവട്ടം തൊട്ടടുത്താണ് വരുന്നത്, നിസ്സാര ദൂരമാണ് നടുവട്ടം അടുത്ത് വരുന്നത്. മലയാറ്റൂർക്കാണെങ്കിൽ നിസ്സാര ദൂരമാണ് വരുന്നത്. മഞ്ഞപ്ര, നീരീശ്വരം ഇതെല്ലാം തൊട്ടടുത്ത് സ്ഥലങ്ങളാണ് വരുന്നത്. എയർപോർട്ടിലേക്കാണെങ്കിൽ ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കാണ് ഏകദേശം ഒരു 12 കിലോമീറ്റർ മാത്രമാണ് എയർപോർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തോട്ടമാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ബാക്കി കാര്യങ്ങളെല്ലാം പറമ്പ് കണ്ട്, അതായത് തോട്ടം കണ്ട് ക്ലിയർ ചെയ്തിട്ട് ബാക്കി പാർട്ടിയായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണെന്നും പാർട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഈ കാണുന്ന വീഡിയോയിൽ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ വീടുകളാണെങ്കിലും പ്ലോട്ടുകളാണെങ്കിലും വിറ്റ് പോയതിന് ശേഷമായിരിക്കും നിങ്ങൾ അറിയുക. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അതുമാത്രമല്ല ഇതിലുള്ള വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇനി ഞാൻ ഇതിൻ്റെ വഴി കാണിച്ചു തന്നില്ല, ഞാൻ വഴി കൂടി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് നിസ്സാര ദൂരം നമ്മുടെ ഈ പ്ലോട്ടിൽ നിന്ന് ഏകദേശം 150 മീറ്റർ മാത്രം മാറി കഴിയുമ്പോൾ തന്നെ ടാറിങ് റോഡാണ് വരുന്നത്. അതുകൂടി ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if I fall.